ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു കുടുംബജീവിതം എന്നതാണ്. ഒരു കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്, അതിനുള്ള കാരണങ്ങൾ എന്താണ്, എങ്ങനെ സന്തോഷകരമായിട്ടൊരു കുടുംബജീവിതം നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അച്ഛാ, എന്താണ് ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത്? എന്താണ് ഒരു കുടുംബം എന്ന് പറയുന്നത്? അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ്? കുടുംബം എന്ന് പറയുമ്പം നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലല്ല, ഒരു ഇതുണ്ട്. കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിനകത്ത് ആ കുടുംബം എങ്ങനെ കൂടണം എന്നുള്ളതിലാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിശ്വസ്തയും, ആ വിശ്വസ്തയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ഭാവി വളർച്ച, അവരുടെ ബഹുമാനം, കുഞ്ഞുങ്ങൾക്ക് അപ്പനോടും അമ്മയോടും ഒക്കെയുള്ള ആ ഒരു റെസ്പെക്റ്റിലും ഒക്കെ വിശ്വസ്തയോടെ മുൻപോട്ട് വളർന്നു വരുന്ന ഒരനുഗ്രഹമായ ആ കുടുംബമുള്ള ഇമ്പത്തോടെയുള്ള ഒരു കുടുംബമാണെങ്കിൽ ഇന്നത്തെ സമൂഹത്തിനകത്ത് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് പത്രത്തിലും ന്യൂസിലും ഒക്കെ നിങ്ങൾ കാണുന്ന വാർത്തകൾക്കൊക്കെ വലിയൊരു വ്യത്യാസം അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പം എപ്പോഴും നമ്മുടെ കുടുംബം ഒരു കുടുംബ ഇമ്പമുള്ളതായി മാറണം. അതെ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. നമ്മൾ എപ്പോഴും കേൾക്കാനുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് ഈ ഇമ്പങ്ങളെല്ലാം കുറഞ്ഞു വരികയാണ്. എന്തായിരിക്കാം ഈ ഇമ്പങ്ങളെല്ലാം കുറഞ്ഞു വരുന്നതിനുള്ള കാരണങ്ങൾ? അച്ചാച്ചൻ്റെ ചിന്തയിൽ എന്തായിരിക്കാം അതിനുള്ള കാരണങ്ങളെന്ന് തോന്നുന്നു? ഇന്നത്തെ ഏറ്റവും വലിയ ഒരു കാരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ നമ്മുടെ കുടുംബത്തെ വലിയതായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് എവിടെ നോക്കിയാലും നമ്മൾ ആഹാരം കഴിക്കുന്ന ടേബിളിലാണെന്നുണ്ടെങ്കിൽ അവിടെ മൊബൈലിൽ മാത്രം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിച്ചുകൊണ്ട് മൊബൈലിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മകനോ അല്ലെങ്കിൽ മകളോ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വളരെയായിട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ പേരൻസ് അങ്ങനെ തന്നെ ചെയ്യുന്നതാണെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ കുറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പണ്ട് തൊട്ട് എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്. എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് മക്കളോടൊക്കെ ഒന്ന് സംസാരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതല്ല, പണ്ടും വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പും അപ്പനും അമ്മമാരും ഒക്കെ ജോലിക്കൊക്കെ കടന്നുപോയി മക്കളെയൊക്കെ പഠിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ടിരുന്ന കാലം ഇന്നും ഉണ്ട്. എന്നാൽ ഇന്ന് ജോലിയല്ല, ഇന്ന് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ആ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിൻപിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം ആരും കാണുന്നില്ല. സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ എന്ത് കാര്യങ്ങളിലും യാഥാർത്ഥ്യം കാണുന്നില്ല, എല്ലാം ക്രിയേറ്റിവിറ്റിയാണ്. ഈ ക്രിയേറ്റിവിറ്റി കൊണ്ട് ഇന്ന് കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങളാവട്ടെ ആൺകുഞ്ഞുങ്ങളാവട്ടെ ഭാര്യമാരാവട്ടെ ഭർത്താക്കന്മാരാവട്ടെ ഈ ക്രിയേറ്റിവിറ്റിയിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റിയിൽ വിശ്വസിക്കുമ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത് യഥാർത്ഥമായിട്ട് അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതും ഈ ക്രിയേറ്റിവിറ്റിയിലൊക്കെ വിശ്വസിച്ച് ഇതുപോലെ എൻ്റെ കുടുംബമാവണമല്ലോ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചു പോകും. കാരണം ക്രിയേറ്റിവിറ്റി അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഇതൊരു AI യുഗമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ AI യുഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ ക്രിയേറ്റിവിറ്റി എത്രത്തോളം വർദ്ധിക്കും എന്നുള്ളതാണ്. യാഥാർത്ഥികത മറഞ്ഞു നിന്നുകൊണ്ട് മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്ന കഥകൾ, അതാണ് ക്രിയേറ്റിവിറ്റി ആയിട്ട് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഇന്നത്തെ ന്യൂ ജനറേഷനെ ബാധിക്കുന്നുണ്ട്. കാരണം ഓൾഡ് ജനറേഷനിൽ എല്ലാവരും ഒരുമിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷത്തോടെ TV കാണുന്നത് ഒരുമിച്ചായിരുന്നു, ആ വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്നത് ഒരുമിച്ചായിരുന്നു. എന്നാൽ എങ്ങനെയാണ് അത് മാറിപ്പോയതെന്ന് ചോദിച്ചാൽ ന്യൂ ജനറേഷൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ അവർ സോഷ്യൽ മീഡിയകളിലെ ക്രിയേറ്റിവിറ്റികളിലും അവരുടെ സമയം ഇന്ന് സോഷ്യൽ മീഡിയയിലും സ്പെൻഡ് ചെയ്ത് നമ്മുടെ സമയത്തെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, കാർന്ന് തിന്നുവാണ്. പിന്നെ എല്ലാവരും ഉറങ്ങുന്ന സമയം എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, നിദ്ര പ്രാപിക്കുന്നു. വീണ്ടും പഴയതുപോലെ ഒരു പുതിയ പകൽക്കാലം വരുന്നു, വീണ്ടും പഴയതുപോലെ പോകുന്നു, രാത്രിയാകുന്നു, വീണ്ടും അതിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇന്ന് കുടുംബം അടിമപ്പെട്ട് കിടക്കുവാണ്. പണ്ടും സീരിയൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നും സീരിയലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ പല മേഖലകളിലും ബാധിക്കുന്നുണ്ട്. സിനിമകൾ, പണ്ടുള്ള ഒരു കുടുംബചിത്രങ്ങളല്ല യഥാർത്ഥത്തിൽ ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ തന്നെ. കുടുംബചിത്രങ്ങൾ പണ്ടത്തേൻ്റെ കൂട്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ കഴിയുമായിരുന്നു. ഇന്ന് ഒരുമിച്ചിരുന്നൊന്നും കാണാൻ കഴിയുന്നില്ല. കാരണം ന്യൂ ജനറേഷൻസ് എല്ലാം മാറി തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ AI യുഗത്തിലേക്ക് പ്രവേശിച്ചു. ഇത് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഒരു വശം എന്ത് ചെയ്യുന്നുണ്ട്, ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ പല പല കാരണങ്ങളുണ്ട്. എങ്കിലും നമുക്ക് നമ്മുടെ ഒരു കുടുംബജീവിതം എങ്ങനെ സന്തോഷകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? അച്ചാച്ചൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ അച്ചാച്ചൻ്റെ ചിന്തയിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്നൊന്ന് പറയാമോ? ഒന്ന്, നമുക്കൊരു വിശ്വസ്തത ഉണ്ടായിരിക്കണം. വിശ്വസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോടുള്ള വിശ്വസ്തത, നമ്മുടെ സമൂഹത്തോടുള്ള വിശ്വസ്തത എന്നുള്ളതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തോട് നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മൾ എപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ ഒക്കെ നമുക്ക് ചുറ്റും ഉണ്ട്, നമ്മളെ പരിപാലിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ കുടുംബം വളരെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മുടെ കുടുംബം വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് നമ്മുടെ തുണയായുള്ള ഭാര്യയാവട്ടെ, നമുക്ക് താങ്ങായി നിൽക്കുന്ന നമ്മുടെ മക്കളായിക്കോട്ടെ, ഇവരെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വിശ്വസ്തത നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ മാത്രമല്ല സ്നേഹം, ഭാര്യയോടുള്ള സ്നേഹം, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം, മക്കൾക്ക് അമ്മയോടുള്ള സ്നേഹം, അതുപോലെ തന്നെ അപ്പനും അമ്മയ്ക്കും മക്കളോടുള്ള സ്നേഹം, ഇങ്ങനെയുള്ള സ്നേഹത്തിൽ ഒരു കുടുംബം പണിതെടുക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുറവുകളെ മനസ്സിലാക്കുന്ന ഒരു അനുഭവമായിരിക്കണം. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കുറവുകൾ മനസ്സിലാക്കണം, ഭർത്താവിൻ്റെ ഭാര്യയുടെ കുറവുകൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ ആ ഒരു പിണക്കങ്ങളും ഇണക്കങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു പരിഹാരം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പിണക്കമുണ്ടായാൽ നേരെ എന്ത് ചെയ്യുക, അത് ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് പോയി അവിടെ തീർന്നു, അവിടെ അവസാനിച്ചു. പക്ഷേ അവിടെ പരിഹരിക്കുവാനോ അല്ലെങ്കിൽ മനസ്സിലാക്കുവാനോ തമ്മിൽ അത് സംസാരിച്ച് തീരേണ്ടുന്ന ഒരു
വിഷയം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വരുവാനിരിക്കുന്ന വലിയൊരു സമൂഹത്തെ തന്നെ അത് തകർത്ത് കളയുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. കുടുംബജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? കുറവുകളെ മനസ്സിലാക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് അഡ്ജസ്റ്റിലേക്ക് മാറും. അയ്യോ, അത് എൻ്റെ കുറവ് തന്നെയാണല്ലോ, എൻ്റെ മിസ്റ്റേക്കുകളുണ്ടല്ലോ, അപ്പം ഞാനാണ് ആദ്യം അഡ്ജസ്റ്റ് ആകേണ്ടത്. അപ്പം അങ്ങനെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓപ്പൺ മൈൻഡ് നമുക്കുണ്ടാകുന്നുണ്ട്. എല്ലാം സഹിക്കുവാനും പൊറുക്കുവാനും കഴിയുന്ന ഒരു ഓപ്പൺ മൈൻഡ്. ആ ഓപ്പൺ മൈൻഡിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? തമ്മിൽ പോട്ട് സാരമില്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല നല്ല വാക്കുകൾ കടന്നു വരുന്നത് ഒരു ഓപ്പൺ മൈൻഡിലാണ്. ഈ ഒരു ഓപ്പൺ മൈൻഡ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഈ റൂട്ടുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കഴിയുന്നത് എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു വലിയ ഒരു നല്ല അനുഭവം നമുക്കവിടെ കൈമാറാൻ സാധിക്കും. അവിടെയാണ് നമുക്ക് നല്ല പ്രാർത്ഥനകൾ, കുടുംബത്തിൽ നല്ല പ്രാർത്ഥനയൊക്കെ ചെയ്യാൻ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ. അപ്പം ഈ പിണക്കങ്ങൾ കൊണ്ടുവരുന്ന ഏത് വിഷയങ്ങളെ നമുക്ക് പ്രാർത്ഥനയിലും ദൈവത്തോടുള്ള വിശ്വാസത്തിലും ഒക്കെ നമ്മുടെ ആത്മീക മേഖലകളിലൊക്കെ നമ്മൾ സമയം അധികമായി ഒരുമിച്ച് കൈകോർത്തിരുന്ന് ചെയ്യുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വലിയ ദൈവിക അന്തരീക്ഷത്തിൽ സ്നേഹത്തിലും സത്യത്തിലും സമാധാനത്തിലും സഹോദര്യത്തിലും നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. അപ്പം നല്ലൊരു അപ്പനെയും അമ്മയും കണ്ട് മക്കൾ വളരും. ആ മക്കൾ സമൂഹത്തിന് നല്ല മാതൃകയാവും. അവരായിരിക്കുന്ന സ്കൂളുകളായിക്കോട്ടെ, ദേശമായിക്കോട്ടെ, അവരായിരിക്കുന്ന ഏത് സ്ഥലങ്ങളിലും അവർക്ക് നല്ലൊരു മാതൃകയായി നിൽക്കുവാനിടയാവും. അവരെ കൊണ്ട് അനേകർ പഠിക്കും. അവരെ കൂടെ നിന്ന് അനേകർക്ക് നല്ല വാതിലുകൾ തുറക്കുവാനും സാധിക്കും. അവിടെയാണ് ഒരപ്പൻ്റെയും അമ്മയുടെയും തമ്മിലുള്ള ആ ഒരു ഐക്യതയും സ്നേഹവും സഹിഷ്ണുതയും മനസ്സിലാക്കുവാനും ഓപ്പൺ മൈൻഡിലൊക്കെ ജീവിക്കുന്ന ഒരു നല്ല കുടുംബമായിട്ട് മാറാൻ സാധിക്കത്തുള്ളൂ. അതെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. അതിലൊന്നാണ് ഈ പിണക്കം എന്ന് പറയുന്നത്. പല വിഷയങ്ങൾ ഇപ്പം നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴും, ഒരു ഹസ്ബൻഡും വൈഫ് ഒരുമിച്ച് ജീവിക്കുമ്പോഴും അവരുടെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഞാൻ പലപ്പോഴും പല വീഡിയോസിലും കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഉറങ്ങുന്നതിന് മുമ്പായി ആ ഒരു പിണക്കങ്ങളൊക്കെ മാറ്റുന്നത് നല്ലതാണ്. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളും കണ്ടു വളരുന്നത്. അപ്പോൾ നല്ലൊരു സന്തോഷകരമായ ഒരു കുടുംബജീവിതം നമുക്കിതിലൂടെ ബിൽഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ കാണുന്ന നിങ്ങളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലും കുറവുകളുണ്ടെന്നേ. ഇപ്പോൾ എൻ്റെ ലൈഫിലാണെങ്കിലും കുറവുകളുണ്ട്, അച്ഛൻ്റെ ലൈഫിലാണെങ്കിലും കുറവുകളുണ്ട്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. പക്ഷേ ആ കുറവുകളെ മനസ്സിലാക്കി അന്യോന്യം സ്നേഹിക്കുകയും അന്യോന്യം ഒന്ന് സമാധാനിപ്പിക്കുകയും പോട്ടെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ചേർത്ത് നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ തീരാവുന്ന കാര്യമേ ഉള്ളൂ പല വിഷയങ്ങൾക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുവേണ്ടി സാധിക്കട്ടെ. നല്ലൊരു കുടുംബജീവിതം ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. വേറൊരു വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.